ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വ്ളോഗ് വന്നിട്ട് ഒരു സർപ്രൈസ് വ്ളോഗാണ് കേട്ടോ. സർപ്രൈസ് ആർക്കാണ് എന്താണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പോയോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇൻട്രോയും തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഒരു സർപ്രൈസ് വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി ഐസ് ബോട്ടിന് വന്നൊരു ഷോപ്പിലാണിപ്പോൾ വന്നേക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ അനന്തുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം അമ്മയ്ക്കും അച്ഛനും. കാരണം രണ്ടുപേർക്കും ഫോണുണ്ട്, പക്ഷേ അത് ഒരു 3-4 വർഷമൊക്കെ ആയൊരു ഫോണാണ് രണ്ടുപേരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കണം എന്നുള്ളത് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനൊരു 2 ഡേയ്സ് മുന്നെയാണ്. സോ നല്ല ടയർഡാണ്, കാരണം ഫുൾ ടൈം ട്രാവലിങ്, അവിടെ പോവും ഇവിടെ പോവും, അങ്ങനെയൊക്കെ ഭയങ്കര ടയേർഡായിട്ട് ഞങ്ങളുടെയൊക്കെ ഫേസ് കാണുമ്പോഴേ മനസ്സിലാവും, ഭയങ്കര ടയേർഡായിട്ടിരിക്കുമായിരുന്നു. സോ നമ്മൾ ഫൈനലി കുറേ ഫോണൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ റിയൽമിയുടെ ഈ ഒരു ഫോണാണ് സെലക്ട് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞത് കൊടുക്കുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി വഴക്ക് പറയും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അച്ഛൻ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ 3 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു ഫോണ്. 3 പേരോട് ഡിസൈഡ് ചെയ്തിട്ട് ഞാനും അച്ഛനും അനന്തവും കൂടെ ആയിരുന്നു കേട്ടോ പോയത് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതായിരുന്നു നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു ഫോണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കി, പിന്നെ സ്ക്രീൻ കാർഡും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അമ്മയ്ക്ക് കൊടുത്തത്. അമ്മയ്ക്ക് ഫോൺ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അച്ഛനും കൂടെ ഒരു ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ നോർമലി ടച്ച് ഫോൺ യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ട് നമ്മൾ നോർമൽ ഒരു സെറ്റാണ് എടുത്തത്. പക്ഷേ എനിക്ക് അമ്മയ്ക്ക് എടുത്തോണക്കൊരു ഫോൺ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് യൂസ് ചെയ്യത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ നോർമൽ ഒരു ഫോണാണ് എടുത്തത്. സോ നമ്മൾ നെക്സ്റ്റ് ടൈം നാട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും ഇതുപോണക്കൊരു ഫോൺ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അച്ഛനുള്ള ഫോണൊക്കെ എടുത്ത് അമ്മയുടെ ഫോണിൽ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചു. ഇതാണ് കേട്ടോ നമ്മൾ അച്ഛനെടുത്തൊരു ഫോണ്. അതൊരു കുഞ്ഞു ഫോണാണ്. അച്ഛൻ നോർമൽ ടച്ച് ഫോൺ അങ്ങനെ ഇന്ന് അവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിനി യൂസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ ഫോണൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലിട്ട് നമ്മൾ നോർമലി കയറി പിന്നെ കുറച്ച് വാങ്ങിയ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് നമ്മൾ കാഷ്വലായിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അനന്തവും കൂടെ വന്നിട്ടാണ് കേട്ടോ, നമ്മൾ ഫോണ് കാറിൽ വെച്ചിട്ടായിരുന്നു അകത്തേക്ക് കയറിയത്. എന്നിട്ട് ഞാനും അനന്തവും കൂടെ വന്നിട്ട് കാറിൽ നിന്ന് ഫോൺ എടുത്ത്. പക്ഷേ അച്ഛൻ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു, കാരണം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അനന്തവും വെളിയിൽ നിൽക്കുവാണ്. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അച്ഛനൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറുന്നതിന് മുന്നേ അച്ഛനും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു എന്തുവാ നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, അങ്ങോട്ട് ചെല്ലി. ഒന്നുമില്ല, അങ്ങോട്ട് പോയേ. അവിടെ പോയിരുന്നേ, അവിടെ പോയിരിക്കുന്നു. അവിടെ വന്ന് ഇങ്ങോട്ട് വന്ന് അച്ഛ ഇവിടെ ഇരിക്കച്ചാ. അങ്ങനെ നമ്മൾ രണ്ടുപേർക്ക് ഫോണൊക്കെ കൊടുത്തു കേട്ടോ. രണ്ടുപേരും നമ്മളെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അമ്മയാണെങ്കിൽ എൻ്റെ ഫോൺ അമ്മയ്ക്ക് കൊടുത്തിട്ട് ആ പുതിയ ഫോൺ ഞാനിങ്ങ് എടുത്തോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. രണ്ടുപേരും ഒട്ടും വിചാരിച്ചില്ല ഇപ്പോൾ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ അച്ഛൻ ഇന്ന് ചുമ്മാ ഓരോ തമാശയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷവും ഇമോഷണലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരെ ഫോൺ വാങ്ങിച്ച് സിമ്മൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ അമ്മയുടെ ഫോണിൽ നമ്മൾ പിറ്റേന്നാണ് കേട്ടോ ഷോപ്പിൽ പോയിട്ടാണെല്ലാം സെറ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, അതങ്ങനെ അങ്ങ് സാധിച്ചു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എനിക്കാണെങ്കിൽ നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് ക്ലോസ് മീൻസ് നമ്മുടെ അച്ഛൻ, അമ്മ, ഫ്രണ്ട്സ്, അത്രയും ക്ലോസ് ആയ ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഇടയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നത്, അവരുടെ സന്തോഷം കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഞാനിത് ആക്ച്വലി നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു 3 മന്തിൻ്റെ തന്നെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വൈൻഡപ്പ് എടുത്തിട്ടില്ല, ഇങ്ങനെ അങ്ങനെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.